അടിയന്തരമായി നിർവഹിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന സാംക്രമിക രോഗങ്ങളൊക്കെ ആദ്യം പടരുന്നത് ഈ ക്യാമ്പസിനകത്തായിരിക്കും. പല പ്രാവശ്യം പ്രിൻസിപ്പാൾ എന്ന നിലയിൽ അദ്ദേഹം കത്ത് കൊടുത്തിട്ട് കോളേജ് കുട്ടികളെ കൊണ്ടുവന്ന് ചെയ്യിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കുട്ടികളെ കൊണ്ടത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ധാരാളം മാലിന്യം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിൽ മുനിസിപ്പാലിറ്റി മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇത് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജാണ്. ഇത് ആറ്റിങ്ങൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏക്കറോളം വിസ്തീർണമുള്ള ഒരു സ്ഥലം കൂടിയാണ്. വളരെ പുരാതനമായ ഒരു കോളേജ് കൂടിയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിപ്പോയ വിദ്യാലയം കൂടിയാണ്. ഇവിടെ ഞങ്ങൾ കണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണിത്. ഈ നിങ്ങൾ കണ്ട ഈ വേസ്റ്റ് കൂമ്പാരം കിടക്കുന്നത് ആറ്റിങ്ങൽ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിലാണ്. ക്യാമ്പസിനുള്ളെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടുന്ന് തൊട്ടടുത്താണ് ആറ്റിങ്ങൽ കോളേജ് ക്യാൻറ്റീനും അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന ഇത്രയും വേസ്റ്റ് ജലവും മാലിന്യവുമാണ് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. ഞങ്ങളെയൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടി വീടുകൾ തോറും ഈ പറയുന്ന ആശാവർക്കർമാരും നഗരസഭയുടെ പ്രവർത്തകരും ഒക്കെ വരാറുണ്ട്. മാസാമാസം പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ 70 രൂപ പിടിച്ചിട്ട് പോകാറുമുണ്ട്. അങ്ങനെയൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന മുനിസിപ്പാലിറ്റി ഈ കാഴ്ചയൊന്നും കാണുന്നില്ലേ? ഞങ്ങളിതിനെപ്പറ്റി ആറ്റിങ്ങൽ കോളേജിൻ്റെ പ്രിൻസിപ്പളോട് സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് വളരെ പ്രാവശ്യം നിരവധി തവണ ഇതുമായി സംബന്ധിച്ച് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ശരിയാക്കാമെന്ന് പറഞ്ഞു, കുട്ടികളെ കൊണ്ട് ശരിയാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ല. അത്രയും മാലിന്യം നിബിഡമായി കിടക്കുന്ന ഒരു വനം പോലെയാണ് അവിടെ. ഒരിക്കലും കുട്ടികളെ കൊണ്ട് വൃത്തിയാക്കാൻ കഴിയില്ല. JCB ഉപയോഗിച്ച് മാത്രമേ അവിടെ വൃത്തിയാക്കാൻ കഴിയുള്ളൂ. പക്ഷേ പലതവണ ലെറ്റർ അയച്ചിട്ട് പോലും മുനിസിപ്പാലിറ്റി ഭാഗത്തുനിന്ന് ഏത് നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സാർ, അപ്പോൾ ഈ ക്യാമ്പസിന്റെ ഒരു സൈഡിൽ ഇത്രയും മാലിന്യ കൂമ്പാരം ഉണ്ട്. കോളേജ് എന്ത് നടപടിയാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഈ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൻ്റെ ക്യാമ്പസിൽ വർഷങ്ങളായി പൊതുജനങ്ങൾ ധാരാളം മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് മാറ്റാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആർക്കോ ഫൈൻ അടിച്ചതായിട്ട് 20,000 രൂപ ഫൈൻ അടച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ടും തന്നിട്ടുണ്ട് മാലിന്യം ഇടുന്നതിന്. പക്ഷേ അത് മാറ്റാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഇതുവരെയും അതിൽ നടപടി ഉണ്ടായില്ല. നടപടി ഉണ്ടാവുമെന്ന് കരുതുന്നു. കുട്ടികളെ കൊണ്ടത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ധാരാളം മാലിന്യം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിൽ മുനിസിപ്പാലിറ്റി മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, അത് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് രൂപപ്പെട്ടതല്ല. ഞങ്ങൾ പോയി കണ്ടതാണ്. ഒരുപാട് നാളുകളായിട്ട് ഡംപ് ചെയ്ത സാധനമാണ്. അപ്പോൾ മാറി വന്ന മുനിസിപ്പാലിറ്റി എന്ന് ശ്രദ്ധ ചെയ്തിട്ടില്ലെന്നാണോ സാർ പറയുന്നത്? മുനിസിപ്പാലിറ്റി ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും യന്ത്രം എന്തെങ്കിലും JCB പോലത്തെ യന്ത്രം വെച്ചിട്ട് അത് നീക്കി ഏതെങ്കിലും കുഴിയിലിട്ട് മൂടാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പറക്കി മാറ്റി അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ആ ഭാഗത്താണ് നമ്മുടെ ഈ പറയുന്ന ഹോസ്റ്റലും വിമൻസ് ഹോസ്റ്റലും ക്യാൻറ്റീനും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗത്താണ് ഇതെല്ലാം അടഞ്ഞുകൂടി കിടക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തെ എന്തുമാത്രം ബാധിക്കും അതിനെപ്പറ്റി അവയർനെസ് വല്ല കുട്ടികൾ കൊടുത്തിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റ് ഇടുന്നോ എന്ന് മുനിസിപ്പാലിറ്റി പരിശോധിക്കേണ്ടതാണ്. വേസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നു. എന്നാലും സത്വര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കോളേജിന്റെ ഭാഗത്തുനിന്നോ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇത് ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പല TV ചാനലുകളിലും ഇത് ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റിയോട് ഒന്നുകൂടെ ലെറ്റർ എഴുതാം എന്ന് ഞാൻ പറയുന്നു. ആരെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ മറ്റോ വന്നിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റി ഇവിടെ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടോ? അന്വേഷിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അവർ ഫൈൻ അടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് തൊഴിലുറപ്പുകാരെ വിട്ട് ഇവിടുത്തെ കുട്ടികളും കൂടെ സഹകരിച്ച് എന്തെങ്കിലും ക്ലീനിങ് ഡ്രൈവ് നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. മനുഷ്യരെ കൊണ്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ JCB യന്ത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ഞാൻ കരുതുന്നു.
വളരെ വിചിത്രമായൊരു കാര്യം ഇപ്പോൾ പ്രിൻസിപ്പാളുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരുപാട് പന്നികളും മുള്ളം പന്നികളും ഒരുപാട് ഇങ്ങനെ വിഹരിക്കുന്ന സ്ഥലം കൂടിയാണ്. കാരണം ഇത്രയും വേസ്റ്റ് ഉണ്ട്, അവർക്ക് വിഹരിക്കാൻ ഇത്രയും വേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങളെ കുട്ടികളുടെ ഭാവി ഓർത്താണ് ഞങ്ങൾ ഞെട്ടിപ്പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തനായ ശ്രീരംഗം ചേട്ടൻ വിസ്മയാനുസരിപ്പം ചേരുകയാണ്. ചേട്ടാ, ഞങ്ങൾ ഒരുമിച്ചല്ലേ ആ കാഴ്ച കണ്ടത്? എന്ത് അവസ്ഥ ചേട്ടാ ഇത്? വളരെ ദയനീയം, വളരെ ദയനീയം. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ഇത് വർഷങ്ങളായിട്ട് കിടക്കുന്ന വേസ്റ്റാണ്. ഇത് ഡബ് ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും തന്നെയാണ് ഡബ് ചെയ്യുന്നത്, അല്ലാതെ ഇത് മറ്റൊരാൾക്ക് കൊണ്ടൊന്നും ഡബ് ചെയ്യാൻ പറ്റില്ല. ഇത് എത്രയോ വർഷങ്ങളായി കിടക്കും. അവിടെ മനുഷ്യനിറങ്ങി ആ വേസ്റ്റ് മാറ്റാൻ കഴിയില്ല. അതാണ് അവസ്ഥ. അവിടെ വലിയ JCB അങ്ങനെ ഏതെങ്കിലും കൊണ്ടുവന്ന് ഇത് ഈ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഈ വേസ്റ്റ് മാറ്റിയില്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് മാരകമായിട്ടുള്ള അസുഖം പിടിപെടും. ഒന്നാമത് നമ്മുടെ കേരളം ഇപ്പോൾ ആരോഗ്യരംഗത്ത് വളരെ പിന്നിലാണ്, ഈ പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ പിന്നിലാണ്. ഇതുമാതിരിയുള്ള ഈ മാലിന്യ കൂമ്പാരം കിടക്കുന്നിട്ട് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവിടെ നിന്ന് 2 മിനിറ്റ് നടന്നെത്താവുന്നതാണ്. പല പ്രാവശ്യം പ്രിൻസിപ്പാൾ എന്ന നിലയിൽ അദ്ദേഹം കത്ത് കൊടുത്തിട്ട് കോളേജ് കുട്ടികളെ കൊണ്ടുവന്ന് ചെയ്യിക്കണമെന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പം അതിന് നടപടി എടുക്കാൻ പിന്നെ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാര്യം വേസ്റ്റ് ആണ് പോകുന്നത്. ഇത് മഴയൊക്കെ സംശയമുണ്ട് കേട്ടാ, ഈ കോളേജ് കണ്ടില്ല കുട്ടികൾ ഇത് ശ്വസിച്ചുകൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അതെ. അതെ, ഈ പറഞ്ഞത് കണക്ക് ഈ ഓടയുള്ളത് മഴവെള്ളം പോകാനായിട്ടാണ് ആ ഓടയുള്ളത്. പക്ഷേ അവിടെ പോകുന്ന മഴവെള്ളമല്ല, കടകളിലെ വേസ്റ്റ് വെള്ളമാണ്, കടയിലെ വേസ്റ്റ് വെള്ളമാണ്. അപ്പോൾ ആ നാറ്റം എന്ന് പറഞ്ഞാൽ കടയിലെ വേസ്റ്റ് വെള്ളമാണ്. മറ്റ് സ്ഥാപനങ്ങൾ ഇതിനോട് ചേർന്നുള്ള പല കടകളുമുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഡബ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. പക്ഷേ ഇതിന് നടപടിയെടുക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയുടെ എത്ര പ്രാവശ്യം അദ്ദേഹം കത്ത് കൊടുത്തെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം, പക്ഷേ നടപടിയില്ല. അപ്പം ഇതിന് അടിയന്തര നടപടി എടുക്കണം. ഞാൻ എന്തായാലും എന്തുകൊണ്ടാണ് വളരെ ലാഘവത്തോടുകൂടി മുനിസിപ്പാലിറ്റി വിഷയത്തെ കാണുന്നത്? മുനിസിപ്പാലിറ്റി കാണുന്നതെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ കയ്യിൽ ഇത് വൃത്തിയാക്കാനായിട്ടുള്ള കാശുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാര്യം ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ഇത് ഒരു ദിവസം കൊണ്ട് ഈ റോഡ് ഇത് കുഴിയെടുത്ത് ഡബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം അല്ല, പല ദിവസങ്ങൾ JCB ഉപയോഗിക്കേണ്ട സാഹചര്യം വരും. അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ ഈ മാലിന്യ കൂമ്പാരം തീരുമെന്ന് ഒരു ഉറപ്പുമില്ല. സാധാരണ എല്ലാ ലെവലിലും ഈ കാടുകളെല്ലാം വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റിക്കുള്ളതാണ്. പക്ഷെ മുനിസിപ്പാലിറ്റി ഇത് ചെയ്യുന്നില്ല. അതിന് ഇവിടുത്തെ കൗൺസിലർ മുൻകൈ എടുക്കുന്നില്ല. ഇത് ഇത്ര ഭയാനകമാണ്. ശരി, തീർച്ചയായിട്ടും ശ്രീനിചേട്ടൻ പറഞ്ഞത് വളരെ വളരെ കാര്യപ്രസക്തമായ കാര്യമാണ്. കാരണം ഈ പറയുന്ന ആശാവർക്കർമാരും മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് അവിടെ കാടുണ്ട്, വെള്ളം കെട്ടിക്കിടക്കൽ, ഡെങ്കിപ്പനി, എലിപ്പനി, മറ്റേ പനി, മറിച്ചപ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോധവൽക്കരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിയാണ് നഗരമധ്യത്തിലെ ഇത്രയായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസിനകത്ത് ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടി കടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്തത്. ഫണ്ടില്ലായ്മയായിരിക്കാം, പക്ഷേ ഫണ്ട് കണ്ടെത്തേണ്ടതും അത് വൃത്തിയാക്കേണ്ടതും കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടതും ഈ പറയുന്ന നഗരസഭയുടെയും മറ്റു ഭരണ സംവിധാനങ്ങളുടെയും ചുമതലയാണ്. അടിയന്തരമായി നിർവഹിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന സാംക്രമിക രോഗങ്ങളൊക്കെ ആദ്യം പടരുന്നത് ഈ ക്യാമ്പസിനകത്തായിരിക്കും. വിസ്മയാനുണ്ട് ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്തുമാരാർ സൈനിങ് ഓഫ്.